എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് പാൽപ്പാട വെച്ച് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരാഴ്ചത്തെ പാൽപ്പാടയാണ് ഞാനിവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾക്ക് പിറ്റേന്നാണ് നെയ്യ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വൈകുന്നേരം പാൽപ്പാട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് തൈരും ചേർത്ത് ഒന്ന് നമുക്ക് ഇളക്കി വയ്ക്കാം. പിറ്റേന്ന് നമ്മൾക്ക് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ്. ഒരു മിക്സിയുടെ ജാറിൽ അര ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ചേർത്ത് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഈ ജാറിൽ നമ്മൾ ഈ തൈരൊന്ന് ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ അരച്ചത് നമ്മൾക്ക് ഈ തണുത്ത വെള്ളത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു മിക്സിയിൽ ജാറിലൊരു അര ഭാഗം ചേർത്താൽ മതി. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ചിന്തിപ്പോവും. അതുകൊണ്ടാണ് നമ്മളൊരു അര എടുത്തിട്ട് അര ഭാഗം എടുത്തിട്ടാണ് നമ്മൾ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. നമ്മളെപ്പോഴും കൂടുതൽ വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം കുറവാണ് ചേർത്തുന്നത് എന്നുണ്ടെങ്കിൽ പതച്ചുകൊണ്ടിരിക്കും തൈര്. അതുകൊണ്ടാണ് വെണ്ണം മാറിക്കിട്ടില്ല. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെണ്ണയെല്ലാം ഒരു സൈഡിലേക്ക് വന്നു ചേരും. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഈ വെണ്ണയൊന്ന് മാറ്റി കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നെയ്യ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലും കൂടി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കും കൂടി ഈ വെണ്ണ മാറ്റി കൊടുക്കുക. ഈ വെള്ളം തെളിയണ വരെ നമ്മളിങ്ങനെ ചെയ്യണം. കാരണം അതിൽ തൈരിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. കൂടുതൽ തൈരിൻ്റെ അംശം ഉണ്ടെങ്കിൽ നെയ്യ് ഒന്ന് കേട് വരും പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നു. ഇനി നമ്മളിതൊരു പാനിലേക്ക് ഈ വെണ്ണ ചേർത്ത് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. പാൻ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ചൂടാക്കുന്നത്. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഈ വെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായി ഒന്ന് പതയ്ക്കും. ഈ പതയൊന്ന് ഒതുങ്ങി വരുമ്പോഴാണ് നമ്മുടെ നെയ്യ് പരുവായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നന്നായി പതഞ്ഞ് ഈ പതയൊക്കെ ഒന്ന് ഒതുങ്ങി വരാൻ തുടങ്ങി. നമ്മൾക്ക് അങ്ങനെയാണ് നെയ്യിൻ്റെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പതയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നാൽ നെയ്യായി നമുക്ക് മനസ്സിലാക്കാം. ഇതാ പതയൊക്കെ ഒന്ന് ഒതുങ്ങി വരാൻ തുടങ്ങി. ഇത് നമ്മൾക്ക് പതയൊക്കെ ഒന്ന് പോയി കിട്ടി. പതയൊന്ന് പോയ ശേഷം നമ്മൾക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ആറിയ ശേഷം ഇതുപോലായി. ഇതാണ് നമ്മുടെ നെയ്യിൻ്റെ പരുവ്. ഇനി നമ്മളിത് ആറിയ ശേഷം ഒരു അരിപ്പയിൽ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് കുറച്ച് ഇതിൽ കരട് പെട്ടിട്ടുണ്ട്. ഈ അരിപ്പ കുറച്ച് വലിപ്പമുള്ളതാണ്. ഇനി നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്കും കൂടി ഈ കരടൊന്ന് മാറ്റിയെടുക്കാനാണ് ഇങ്ങനെ അരിച്ചെടുത്തത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.